ഇന്ത്യയിൽ ഏതൊരു സ്വത്തിനെയും വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കാൻ അനുവദിച്ചിരുന്ന സെക്ഷൻ 40 നീക്കം ചെയ്തു കേന്ദ്ര സർക്കാർ. പാർലമെന്റിൽ നടന്ന വോട്ടെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടിയാണ് 52 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ഈ നിയമത്തിന് കേന്ദ്ര സർക്കാർ കടിഞ്ഞാണിട്ടത്. ബില്ലിനെതിരെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തെങ്കിലും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാരിൽ സുരേഷ് ഗോപി ഒഴിച്ച് ബാക്കി എല്ലാവരും ബില്ലിന് എതിരായിട്ടാണ് വോട്ട് ചെയ്തത്. എങ്കിലും BJPയുടെ സപ്പോർട്ടോടുകൂടി സഖ്യകക്ഷികളുടെയും സപ്പോർട്ടോടുകൂടിയാണ് ഈ ബില്ല് പാർലമെൻറ്റിൽ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയെടുത്തത്. വഖഫ് ബിൽ പാർലമെൻറ്റിൽ പാസ്സായതിനെ തുടർന്ന് മുനമ്പത്ത് സമരം ചെയ്തിരുന്ന സമരക്കാർ ആഹ്ലാദം പ്രകടിപ്പിച്ചു. ആഹ്ലാദം പങ്കിട്ട് അവർ BJPക്ക് സിന്താപം വിളിച്ചു. എന്തുകൊണ്ടെന്നാൽ BJP മാത്രമാണ് അവരുടെ വേദനകൾ കേട്ടതെന്ന് അവർ പറഞ്ഞു. സ്വന്തം MP-യായ ഹൈബി ഈഡൻ പോലും അവരെ സഹായിച്ചില്ലെന്നും കേന്ദ്ര സർക്കാരാണ് അവരെ സഹായിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. കൂടാതെ ബില്ലിന് സപ്പോർട്ട് നൽകിയ സുരേഷ് ഗോപിക്കും അവർ ആശംസകൾ അറിയിച്ചു. തങ്ങളുടെ മുൻപത്തെ സമരത്തെ വഖഫിനെതിരായ സമരത്തെ സപ്പോർട്ട് ചെയ്യാത്ത LDFനെയും UDFനെയും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു പാഠം പഠിപ്പിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. മുൻപത്തെ ആഘോഷങ്ങളിൽ ഈ അർദ്ധരാത്രിയിലും തുടരുകയാണ്. അവിടുത്തെ ജനങ്ങളെല്ലാവരും സമരത്തിലിരുന്ന എല്ലാവരും സന്തോഷത്തിൽ ആറാടുകയാണ്. എന്നാൽ ഈ നിയമം പാസ്സായതിൽ SDPI അടക്കമുള്ള സംഘടനകൾ കണ്ണൂരും മലപ്പുറത്തും വമ്പൻ പ്രതിഷേധ ജാഥകൾ സംഘടിപ്പിച്ചു. പന്തം കൊളുത്തി പ്രകടനങ്ങളും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇവർ നടത്തി. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തനിനാടൻ ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുതേ. നന്ദി, താങ്ക് യു, നമസ്കാരം.